നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ബുക്ക് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിരുന്നു. ഇന്ന് നാം നോക്കുന്നത് ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണുന്ന ലോഗിൻ സ്ക്രീൻ കാണാം. ലോഗിൻ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ ലോഗിൻ ചെയ്യുക. ജില്ലയുടെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന അതേ സ്ക്രീൻ നമുക്ക് കിട്ടും. ഇടതുവശത്ത് കാണുന്നത് പുസ്തക വിതരണം, പുസ്തക വില, പുസ്തക ആവശ്യങ്ങൾ, ഇങ്ങനെയുള്ള മെനു ഐറ്റംസ് അവിടെയുണ്ട്. പുസ്തക വിതരണത്തിലാണ് ഡിഫോൾട്ട് നിൽക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 4ാമത്തെ ഐറ്റമാണ്. ഇതാണ് നമുക്ക് എൻട്രി ചെയ്യേണ്ടത്. ഇവിടെ സെലക്ട് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എൻട്രി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലതുവശത്ത് കാണാം. ഇപ്പോൾ വലതുവശത്തൊന്നുമില്ല. ഈ വർഷം നമ്മളൊന്നും എൻട്രി ചെയ്തിട്ടില്ല. ഒരു വർഷം ഒരു എൻട്രി ഓപ്പണിംഗ് സ്റ്റോക്കിൽ സാധിക്കുള്ളൂ. ഒരു എൻട്രിയിൽ പല പുസ്തകങ്ങളും എൻട്രി ചെയ്യാം. നമ്മളിവിടെ ന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് പുസ്തകം എന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂ ബട്ടൺ അടിക്കുക. ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ ബുക്ക് ഇഷ്യൂ ചെയ്തതുപോലെ തന്നെ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുക, ക്വാണ്ടിറ്റി കൊടുക്കുക, ആഡ് ടു ലിസ്റ്റ് കൊടുക്കുക. പുസ്തകം ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ദേശീയ ആരോഗ്യത്തിനായി എന്നുള്ള പുസ്തകം സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി ഒരു 25 സ്റ്റോക്കുണ്ട് ജില്ലയിൽ. ഏപ്രിൽ 1-ാം തീയതി സ്റ്റോക്ക് കൊടുത്തു, ആഡ് ടു ലിസ്റ്റ് കൊടുത്തു. അടുത്ത പുസ്തകം ശാസ്ത്ര ആഗോളവൽക്കരണത്തിൻ്റെ അർത്ഥശാസ്ത്രം എന്നുള്ള ബുക്ക് സെലക്ട് ചെയ്തു. അതിനൊരു 35 കൊടുത്തു, ആഡ് ടു ലിസ്റ്റ് കൊടുത്തു. ഇത്തരത്തിൽ പുസ്തകങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ രീതിയിൽ തന്നെ ആഡ് ചെയ്യുക, സേവ് ചെയ്യുക. ഇതാണ് നമുക്കൊരു ഓപ്പണിംഗ് സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം. താഴെയുണ്ട് 2 പുസ്തകം ചെയ്തുള്ളൂ. വീണ്ടും ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യും. മുകളിലൊരു എഡിറ്റ് ബട്ടൺ, ഈ പെൻസിൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് പുസ്തകങ്ങൾ അതിലേക്ക്, ആ എൻട്രിയിലേക്ക് തന്നെ ആഡ് ചെയ്യാം. ക്വാണ്ടിറ്റി 25 കൊടുത്തു, ആഡ് ടു ലിസ്റ്റ് കൊടുക്കുക. ഈ സേവ് ബട്ടൺ ചെയ്തെങ്കിൽ മാത്രമേ ഈ താഴെ വന്നിരിക്കുന്ന ആഡ് ടു ലിസ്റ്റിൽ കൊടുത്ത ഐറ്റംസ് ഡാറ്റാബേസിലേക്ക് സേവ് ആവുള്ളൂ. സേവ് ബട്ടൺ കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഇന്നിപ്പോൾ ഇത്രയേ ചെയ്തുള്ളൂ, ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ വീണ്ടും ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇന്നലെ ചെയ്ത എൻട്രി ഇവിടെ കാണാം. കഴിഞ്ഞ ദിവസം ചെയ്തതാണെങ്കിൽ അതിവിടെ കാണാം. വീണ്ടും ന്യൂ അടിക്കേണ്ട കാര്യമില്ല. കാരണം ന്യൂ അടിച്ച് സേവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു വർഷം ഒരു എൻട്രിയെ സാധിക്കുള്ളൂ. ഇവിടെ തന്നെ വീണ്ടും ഓപ്പൺ ചെയ്യുക, ഈ എഡിറ്റ് ബട്ടൺ അടിക്കുക, പുസ്തകങ്ങൾ താഴേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലാണ് ഈ വർഷത്തെ പുസ്തകങ്ങൾ നമുക്ക് എൻട്രി ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് എൻട്രി ചെയ്യുന്നതിനെക്കുറിച്ച് പറയുവാനുള്ളൂ. എല്ലാവർക്കും നന്ദി.